പ്രിന്റു മഹാദേവ്, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹരിയാനയിൽ വീണ്ടും താമരപ്പൂക്കൾ വീണ്ടും വിരിയുമ്പോഴും അപ്പോൾ ഇവിടെ ഉണ്ടായ ചില തെറ്റുകൾ ഇവിടെ ബി ജെ പിക്ക് ഉണ്ടായി എന്ന് ബി ജെ പി സമ്മതിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ബി ജെ പി പറഞ്ഞതാണ് സത്യം എന്നുള്ള തരത്തിലാണ് ആളുകൾ വോട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഗുസ്തി താരങ്ങൾ ഉയർത്തിയ പ്രതിഷേധവും കർഷകരുടെ പ്രതിഷേധവും ഇത്തരത്തിലുള്ള അഗ്നിവീർ ആ പരിഷ്കാരത്തിലുണ്ടായ പ്രതിഷേധങ്ങളെ ഒന്നും ഇനിയും കാണാതെ മുന്നോട്ട് പോകാം. ആ പ്രതിഷേധങ്ങൾക്കൊന്നും ഒരു കാര്യവുമില്ല. ആ പറയുന്നതിൽ ചില കാര്യങ്ങൾ ഉണ്ട് എന്ന ഒരു തിരിച്ചറിവ് ബി ജെ പിക്ക് ഈ അവസരത്തിൽ ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ? അവർ ഉയർത്തിയ എല്ലാ പ്രശ്നങ്ങളും എല്ലാം സത്യമായി എന്ന് നമുക്ക് പറയാനാവില്ല. അത് വളച്ചു കെട്ടിയ പെരുപ്പിച്ച് കാട്ടിയ കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അതിലുണ്ടായിട്ടുള്ള ചില ന്യായപരമായ അവരുടെ ആവശ്യങ്ങൾ അത് പരിഗണിക്കാൻ അവിടുത്തെ സർക്കാർ ഇനിയും തയ്യാറാകുമെന്ന് കരുതുന്നുണ്ടോ? ബി ജെ പിയിൽ നിന്നും പ്രിന്റു മഹാദേവ് ചേരുന്നു. പ്രിന്റു, തീർച്ചയായും. കാരണം അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഹരിയാനയിലെ ഗോതമ്പ് പാടങ്ങളിൽ അത്ഭുത താമര വിരിയുന്നതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള ഒരു പണി ബി ജെ പിയുടെ സംസ്ഥാന സർക്കാർ അവിടെ എടുത്തിട്ടുണ്ട്. ആ പണി എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങൾ, ഇപ്പോൾ നോക്കുന്ന അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കുപ്രചരണങ്ങൾ നടന്നിട്ടുള്ള ഒരു സംസ്ഥാനമാണ് ഹരിയാന. കാരണം അവിടുത്തെ വൈകാരികമായിട്ട് ജനങ്ങളെ ഒരു പ്രക്ഷുബ്ധാവസ്ഥയിൽ നിർത്താൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഒരു ആഗോള തലത്തിലുള്ള ഗൂഢാലോചന തന്നെ ഹരിയാനയിൽ ഉണ്ടായിട്ടുണ്ട്. അത് കർഷക സമരമായിക്കോട്ടെ, അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഗ്നിവീർ പദ്ധതിയുടെ പേരിലായിക്കോട്ടെ. കാരണം എല്ലാ കാലഘട്ടത്തിലും ഇന്ത്യ മഹാരാജ്യത്തിന് ധീരരായിട്ടുള്ള ഒട്ടനവധി സൈനികരെ സംഭാവന ചെയ്തിട്ടുള്ള ഒരു സംസ്ഥാനമാണ് ഹരിയാന. കാരണം എപ്പോഴും രാജ്യസ്നേഹികൾ എല്ലാ അർത്ഥത്തിലും ഒരു വീട്ടിനകത്ത് നിന്ന് ഒരു സൈനികൻ എന്നൊരു പോളിസി തന്നെയുള്ള സംസ്ഥാനമാണ് ഹരിയാന. അവിടെ അഗ്നിവീർ പോലെയുള്ള ഈ രാജ്യത്തിലെ ജനങ്ങൾക്കും യുവാക്കൾക്കും ഏറ്റവും ക്ഷേമകരത്തിനും ഈ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു പദ്ധതി, ആ പദ്ധതിയുടെ പേരിൽ നടത്തിയിട്ടുള്ള കുപ്രചരണം, ആ കുപ്രചരണങ്ങളെ അവിടുത്തെ സൈനികരായിട്ടുള്ള ജനങ്ങളും സൈനികരായിട്ടുള്ള കുടുംബാംഗങ്ങളും ഒക്കെ തള്ളിയെന്നുള്ള ഒരു വസ്തുതയാണ് നമ്മൾ കാണേണ്ടത്. രണ്ടാമത്തെ അങ്ങ് പറഞ്ഞ പോലെ കർഷക സമരം, നമ്മൾ പറയല്ലോ ഈ കർഷക സമരത്തിന്റെ പേരിൽ ഹരിയാനയിൽ നടത്തിയിട്ടുള്ള കുപ്രചരണം ഏതൊക്കെ രീതിയിലായിരുന്നു? ആസൂത്രിതമായിട്ട് ആഗോള തലത്തിലുള്ള കാനഡയുടെ പോലും സഹായത്തോടു കൂടി അവിടെ നടത്തിയിട്ടുള്ള ഫണ്ടിൽ നടത്തിയിട്ടുള്ള കർഷക സമരം, ആ സമരം അവിടെ പൊളിഞ്ഞിട്ടുണ്ട്. കാരണം അവിടെ 10 വർഷമായി ബി ജെ പി സർക്കാർ അവിടെ നടത്തിയിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാരിന്റെ ഡബിൾ എഞ്ചിൻ സർക്കാർ, ആ ഡബിൾ എഞ്ചിൻ സർക്കാരിന് ഏറ്റവും അധികം സഹായം കിട്ടിയിട്ടുള്ള ഒരു സംസ്ഥാനം ഹരിയാനയാണ്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം കർഷക പെൻഷൻ ആയിക്കോട്ടെ, ക്ഷേമ പെൻഷൻ ആയിക്കോട്ടെ. ക്ഷേമ പെൻഷൻ അവിടെ 19 ലക്ഷം പേർക്കാണ്. നമ്മൾ കേരളത്തിലൊക്കെ ക്ഷേമ പെൻഷൻ ഉണ്ടല്ലോ, 19 ലക്ഷം പേർക്ക് കഴിഞ്ഞ 10 വർഷമായിട്ട് 3000 രൂപ പെൻഷൻ കൊടുക്കുന്ന സർക്കാരാണ് ഹരിയാനയുടേത്. അതോടൊപ്പം തന്നെ അവിടെ കാർഷിക മേഖലയിൽ ഉണ്ടാക്കിയിട്ടുള്ള മോദി സർക്കാർ വന്നതിന് ശേഷം, അത് ഗട്ടാർ സർക്കാർ വന്നതിന് ശേഷം, ഇപ്പോൾ പുതിയ സർക്കാർ ആയിക്കോട്ടെ വന്നതിന് ശേഷം കാർഷിക മേഖല ഉണ്ടായിട്ടുള്ള അഭിവൃദ്ധി, അതോടൊപ്പം തന്നെ ജനക്ഷേമകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇപ്പോൾ ആവാസ് യോജന ആയിക്കോട്ടെ, അതോടൊപ്പം തന്നെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ആയിക്കോട്ടെ, എല്ലാം തന്നെ ഏറ്റവും ജനകീയമായിട്ട് നടത്തിയിട്ടുള്ള സംസ്ഥാനമാണ്. സ്വാഭാവികമായിട്ട് അതിന്റെ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകൾ ബി ജെ പിയെ 3ാം തവണയും അധികാരത്തിലേറ്റി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. സ്വാഭാവികമായിട്ട് അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. കാരണം ഈ ഹരിയാനയെ കുറിച്ച് എല്ലാ എക്സിറ്റ് പോളിനകത്തായിക്കോട്ടെ എല്ലാ ആളുകളും കൃത്യമായി പറയും ബി ജെ പി അവിടെ എല്ലാ അർത്ഥത്തിലും വളരെ പിറകോട്ട് പോകും. ഫസ്റ്റ് തന്നെ നമുക്ക് തുടക്കത്തിൽ തന്നെ എക്സിറ്റ് ഫലപ്രദം വന്ന സമയത്ത് തന്നെ നമ്മൾ അതിന്റെ ആഹ്ലാദ പ്രകടനങ്ങൾ നാടൊട്ടുക്കും കണ്ടതാണ്. കാരണം ഹരിയാന ബി ജെ പിയുടെ വാട്ടർലൂ ആകുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. കാരണം അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ചില സംഘടനാപരമായ ചില കാര്യങ്ങൾ, ഭരണപരമായ ചില കാര്യങ്ങളൊക്കെ തിരുത്തൽ നടത്തിയിട്ടാണ് ബി ജെ പി അവിടെ മുന്നോട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണല്ലോ ഒരു മുഖ്യമന്ത്രിയെ മാറ്റിക്കൊണ്ട് അടുത്തൊരു മുഖ്യമന്ത്രി വന്നു. അതിനനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ശേഷിയുള്ള ഒരു സർക്കാരും അതിന് അനുസൃതമായിട്ട് കേന്ദ്ര സർക്കാരും ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം കൃത്യമായി ഇടപെട്ടിട്ടുണ്ട്. ആ ഇടപെടലാണ് ഹരിയാന ഈ വലിയൊരു ഹാട്രിക് വിജയം. നമുക്കത് എളുപ്പമല്ല. ഹരിയാനയുടെ ഒരു രാഷ്ട്രീയ ഘടന തന്നെ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് തുടർച്ചയായിട്ടുള്ള സർക്കാർ, ഒരു 10 വർഷം സർക്കാരാണ് വന്നിട്ടുള്ളത്, തുടർച്ചയായിട്ട് 3ാം സർക്കാരും വലിയ ഭൂരിപക്ഷത്തിൽ വരുന്നു എന്നുള്ള അത്ഭുതകരമായിട്ടുള്ള ഘടനാപരമായിട്ടുള്ള ബി ജെ പിയുടെ വളർച്ച ഹരിയാനയിൽ കാണാം. അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ 15 വർഷത്തിനപ്പുറത്ത് ഹരിയാനയുടെ ഒരു ബി ജെ പിയുടെ രാഷ്ട്രീയം നോക്കുന്ന സമയത്ത് 2-3 MLA-മാരും അതുപോലെ തന്നെ കുടുംബ രാഷ്ട്രീയത്തിനും ഈ കോൺഗ്രസിനും സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തിനും പ്രാമുഖ്യമുള്ള ഒരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്തിനകത്ത് കൃത്യമായിട്ട് ബി ജെ പിയുടെ ക്രമാനുഗതമായ വളർച്ചയും നരേന്ദ്രമോദി സർക്കാരിന്റെ വികസനവും 10 വർഷമായിട്ടുള്ള ബി ജെ പി സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങളുമാണ് കൃത്യമായിട്ട് അവിടെ വലിയ രീതിയിൽ 3ാം തവണയും വലിയ
ഭൂരിപക്ഷത്തോടു കൂടി, നമ്മുടെ ഒരു വലിയ ഭൂരിപക്ഷത്തോടു കൂടി നമുക്ക് അവിടെ ഹാർട്ടിക് വിജയം ഉണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിട്ടുള്ള കുപ്രചരണങ്ങളെ ജനങ്ങൾ തള്ളി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് കർഷക സമരമായിക്കോട്ടെ, അഗ്നിവീർ ആയിക്കോട്ടെ. ഇപ്പം നമുക്കറിയാം ഒളിമ്പിക്സിനെ പോലും ഒരു വൈകാരികമായിട്ടും നമുക്കറിയാലോ ടെക്നിക്കലായിട്ടുള്ള സാങ്കേതികപരമായിട്ടുള്ള പ്രശ്നത്തെ പോലും വൈകാരികമായിട്ട് ഹരിയാന ജനതയെ BJP സർക്കാർ ഏതൊക്കെ രീതിയിലാണ് കരിവാരിത്തേക്കാൻ ശ്രമിക്കുന്നു എന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങളും ആഖ്യാനങ്ങളുമാണ് നടത്തിയത്. അപ്പോൾ ഒളിമ്പിക്സിനെ പോലും ഒരു രാഷ്ട്രീയ ആയുധമാക്കിയിട്ട് ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കിയിട്ടുള്ള കോൺഗ്രസിന്റെയും ഇന്ത്യ സഖ്യത്തിന്റെയും ഈ രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുന്ന ശക്തികൾക്കെതിരെയുള്ള ശക്തമായ താക്കീതാണ് ഹരിയാന നൽകുന്നത്. കാരണം നമുക്ക് എല്ലാ കാലഘട്ടത്തിലും ഹരിയാന BJP അധികാരത്തിൽ വന്നിട്ട് 10 വർഷമാണെങ്കിലും രാജ്യസ്നേഹികളായിട്ടുള്ള ഒരു പറ്റം ആളുകളാണ് എല്ലാ കാലഘട്ടത്തിലും ഹരിയാനയിൽ ഉണ്ടായിട്ടുള്ളത്. ഘടനാപരമായിട്ട് നമുക്ക് നോക്കൂ, നമ്മളൊരു 10-15 വർഷത്തിനപ്പുറത്തേക്ക് ഹരിയാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതി വ്യവസ്ഥതയുടെ, അതോടൊപ്പം തന്നെ ഈ ഏറ്റവും കൂടുതൽ ശിശുഹത്യ നടന്നിട്ടുള്ള സംസ്ഥാനമാണ്. അതോടൊപ്പം തന്നെ കർഷകരായിട്ടുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്തിട്ടുള്ള സംസ്ഥാനമാണ്. ഇത് കഴിഞ്ഞ 10 വർഷമായിട്ട് ഘടനാപരമായിട്ട് അവിടുത്തെ സാമൂഹിക സാമ്പത്തിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള വികസനമുണ്ട്. ആ വികസന വിപ്ലവം തന്നെയാണ് BJPക്ക് ഈ രീതിയിലുള്ള വലിയ മുന്നേറ്റത്തിന് കാരണമായിട്ടുള്ളത് എന്ന് തന്നെയാണ് നമ്മൾ കരുതാൻ.